ഗുഡ് മോർണിംഗ് ജോസൂട്ടി. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അല്ല കുര്യനെങ്കിലും രാവിലെ ഉടനെയോ? ഈ വയസ്സുകാലത്തോ ഞാൻ നിന്നെ കാണാനാ വന്നത്. എന്താ ഇത്ര എമർജൻസി? ഒരു പ്രശ്നമുണ്ട്. എന്താ ഇന്നലെ ബാറിലുള്ള പ്രശ്നം ഉണ്ടായോ? ബാറിലെ കീഴിലൊന്നുമല്ല, നീ ഒന്ന് നിക്കേ, എനിക്കിങ്ങനെ ഓടാൻ വയ്യ. എന്നാൽ അങ്ങനെ നേരെ വീട്ടിലേക്ക് വാ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. എടാ ജോസേ, ഇത് സീരിയസ് ആയ ഒരു പ്രശ്നമാണ്, നീ ഒന്ന് നിക്കണ്ടേ ജോസേ. എന്താ ആ കാര്യം പപ്പ വരാം. നീ എന്താ ഒന്നും പറയാത്തെ? ഞാൻ ആലോചിക്കായിരുന്നു, ഡാഡി മരിച്ചിട്ട് 15 കൊല്ലം കഴിഞ്ഞു. ഇപ്പോഴും തീർന്നിട്ടില്ല അവന് ഡാഡിയോടുള്ള ദേഷ്യം. അവനെ പറഞ്ഞിട്ടെന്താ കാര്യം? നിങ്ങളുടെ ഡാഡിയുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതായിരുന്നല്ലോ. ഓഫ് കോഴ്സ് സമ്മതിക്കുന്നു, വീട്ടിന് പുറത്തും ഡാഡി എന്നൊരു പോലീസ് ഓഫീസറായിരുന്നു. മമ്മിയുടെ കാര്യം ആലോചിക്കുമ്പോ എനിക്കും ഡാഡിയെ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഡാഡി അവനോട് വളരെ ക്രൂവലായിരുന്നു. പക്ഷെ ഞാനെന്ത് പിടച്ചു? എന്നെയും മക്കളെയും സൂസനെ ഇങ്ങനെ വെറുക്കാൻ എന്താ കാരണമെന്ന് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ അത്രയും വലിയൊരു വീടുള്ളപ്പോ ഞാൻ എന്റെ മക്കൾ ഈ വാടകട്ടി കഴിയുന്ന കാര്യമുണ്ടോ? ഞാനൊന്നും അവനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ സ്നേഹിച്ചിട്ട് എന്താ കാര്യം? അത് അവനും ഉണ്ടാവണ്ടേ? ഈ സ്നേഹിക്കാന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാ, സ്വഭാവം. അത് ബൈ ബർത്ത് കിട്ടണം. അവനതില്ല. ലോകത്തുള്ളവരെല്ലാം അവന് ശത്രുക്കളാ. ഞങ്ങളും അതെ. സൂസന്നെ, ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഒരിക്കൽ മനസ്സിന്റെ സമനില തെറ്റിയ ആളാണ് അവൻ. അവനോട് ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ നമ്മൾ ചെയ്യണം. വയസ്സുകാലത്ത് ഞാൻ ഈ നാടും വീടും വിട്ട് ഈ പോണ്ടിച്ചേരിയിൽ വന്ന് കിടക്കണം എന്തിനാ? നിങ്ങൾ നിങ്ങളുടെ ശമ്പളം നോക്കിയിട്ടല്ല. അങ്കിൾ എന്താ അങ്ങനെ പറയുന്നത്? ഞങ്ങൾ ശമ്പളക്കാരനായിട്ടാ കാണണേ. അല്ല, ഞാൻ പറയാ, തള്ളയും തട്ടയില്ലാത്ത 2 മക്കള്, അതിലൊരുത്തൻ തലതിരിഞ്ഞ് ഇങ്ങനെ. അവനെ നമ്മൾ ഒറ്റപ്പെടുത്തരുത്. ആരും ഒറ്റപ്പെടുത്തതല്ല, സ്വയം ഒറ്റപ്പെട്ടതാ. അവൻ അവന്റെ കാര്യം ആരെയും കണ്ടുകൂടാ. ഈ സ്വത്തും ബിസിനസ്സും ഒക്കെ നോക്കിയും കണ്ട് നടത്തുന്ന ഈ മനുഷ്യനാ. എന്നിട്ടിപ്പോ ഞങ്ങൾ പുറത്തൊരു വാടക പെരയില്. അതെന്താ ആരും കാണാത്തെ? ഞങ്ങൾക്കുള്ള ഷെയർ എന്താന്ന് വെച്ചാൽ അതിങ്ങോട്ട് തന്നാ ഞങ്ങൾ എങ്ങനെയും കഴിഞ്ഞു ഓടിക്കോളാം. ഞാൻ നിങ്ങളുടെ സ്വത്ത് പങ്കുവയ്ക്കാമെന്നല്ല. സൂസൻ ഇവരുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ പറയണേ? എനിക്ക് വിഷമമുണ്ടേ. എനിക്ക് 2 പെൺകുട്ടികളാ. നീ പോ, കുട്ടികൾക്ക് സ്കൂളിൽ പോണ്ട. അവള് പറയണത് അങ്കിളത്ര കാര്യമാക്കണ്ട. അങ്കിൾ പറഞ്ഞോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കിത്രയേ ഉള്ളൂ, ഒരിക്കൽ കൂടി അവനെ ഒരു ഭ്രാന്തനായ കാണാൻ ഇടവരരുത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഏതായാലും ഡോക്ടർ മേനോനെ നമുക്കൊന്ന് കാണിക്കാം. ഉടനെ വേണം. പക്ഷേ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ അവൻ വരൂ? ഇനി നിന്റെ ഭൂമാൻ. ഭൂമാൻ. Look. Excellent move. Good. വാ. നിന്റെ കാര്യം ഞാനിപ്പോ വിചാരിച്ചോളൂ. പട്ടിയെ കണ്ടപ്പോഴാണോ? ഇരിക്കടാ. അയ്യോ ചതുരംഗം, ഞാനില്ല. അയ്യോ ജിമ്മി, ക്യാച്ചരുത്. മര്യാദ. എനിക്ക് റെസ്റ്റോറന്റിൽ പോകേണ്ട സമയമായി. ഓ, നീ അവിടെ ചെന്നില്ലെങ്കിൽ റെസ്റ്റോറന്റ് തുറക്കില്ല. വന്നിരിക്കടാ. ഇരിക്കാൻ. കട തുറക്കണ്ടേ? അതിന് കുര്യനങ്ങളുണ്ട്, ജോസേട്ടനുണ്ട്. നീ വലിയ മാനേജറൊന്നും വേണ്ട. ജോസേട്ടനോട് വന്നിരിപ്പുണ്ട്. എവിടെ? താഴെ ഡ്രോയിങ് റൂമില്. എന്തിനു? ജീവേട്ടനെ കാണാൻ. എന്നെന്താ കണ്ടിട്ടില്ലേ? അത് താഴെ പോയി ചോദിക്കണം. എനിക്ക് കാണണ്ട. ജീവേട്ടൻ കാണണ്ട, ജീവേട്ടനെ കാണാനാ വന്നിരിക്കണേ. ഒരൊറ്റ വീക്കാണോ വെച്ചാലോ? എന്നാ വീക്ക്? എന്താ വീക്കാല്? എന്റെ പൊന്ന് ജീവേട്ടാ, എന്താ ഇത് കൊച്ചു കുട്ടികളെ പോലെ? വെറുതെ ഇരിക്കുമ്പോ ഒന്ന് പറഞ്ഞു കൊടുക്ക. ഒരാള് വീട്ടിൽ വന്ന, അതും സ്വന്തം ഏട്ടൻ വീട്ടിൽ വരുമ്പോ ഇങ്ങനെ തെണ്ടിത്തരം പറയരുത്. തെണ്ടി തന്നെയാ. ഓ, ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ചില നേരത്തെ ജീവേട്ടന്റെ സ്വഭാവം ഒട്ടും ശരിയല്ല കേട്ടോ. ജീവൻ ആർക്കും ശരിയല്ല, ജീവൻ ഭ്രാന്തനല്ലേ. ജോസേട്ടൻ എന്ത് തെറ്റാ ചെയ്തേ? ആ പെണ്ണുമ്പിള്ള എത്തിരി കേമിയായിരിക്കും. അതിന് ജോസേട്ടൻ എന്ത് പിഴച്ചു? പാവം. അവള് പറഞ്ഞിടത്തല്ലേ അയാള്? ഭാര്യ പറഞ്ഞിടത്തല്ലേ ഭർത്താവ് നിൽക്കുന്നത്? ഭാര്യ പറഞ്ഞിടത്ത് ഭർത്താവും, ഭർത്താവ് പറഞ്ഞിടത്ത് ഭാര്യ നിൽക്കണം. അതൊരു സുഖ. അത് വല്ലതറിയോ?
എനിക്കൊന്നും അറിയില്ല. ആ എന്നാൽ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോകത്തുള്ള പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചാ വിവരം ഉണ്ടാവണമെന്നില്ല. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നേരെ പോയി ജോസേട്ടനെ കണ്ടുവന്നാ നമുക്കൊരു കളി കളിക്കാം. നീ കളിക്കാൻ കൂടുവോ? പിന്നെ അതാണ് എന്റെ ജോലി, ജനറൽ മാനേജർ. നീ മുങ്ങോ? ഞാനോ? അതിന് വേറെ ഒരാളാക്ഷം നോക്കണം. ജീവേട്ടൻ മുങ്ങരുതിട്ടോ. ദാ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, രാധാകൃഷ്ണന്റെ കയ്യിലാവും വെറും ഒരു പൂച്ചക്കുട്ടിയാ. ഇന്നലെ രാത്രി ജോസ് നിന്നെ എന്തോ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അല്ലേ ജോസേ? ആ. രാവിലെ പുറപ്പെടാ. ചത്തുന്നാണോ? ആ മദ്രാസിൽ പോയപ്പോ ഞാൻ നിനക്കൊരു പുസ്തകം വാങ്ങി, ലവ് ഇൻ ദി ടൈം ഓഫ് കോളറ. എന്റെ കയ്യിലുണ്ട്. കുറച്ചു ദിവസമായി ഞാൻ നിന്നെ വന്ന് കാണണമെന്ന് വിചാരിച്ചിട്ട്. റെസ്റ്റോറന്റ് ക്ലോസ് ചെയ്യുമ്പോ 11:11. പിന്നെ രാത്രി നീ ഉറങ്ങിയിട്ടുണ്ടാവുന്ന പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാ പറയും. മദ്രാസിൽ പോയപ്പോ ഞാൻ നമ്മുടെ ഡോക്ടർ മേനോനെ കണ്ടു. ഓർമ്മയില്ലേ ഡോക്ടർ മേനോനെ? എനിക്കത്ര മറവിയൊന്നുമില്ല. നിന്റെ കാര്യം ചോദിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ. എന്ത് പ്രശ്നം? അല്ല, പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. കണ്ടപ്പോ ഒരു വിശേഷങ്ങൾ ചോദിച്ചാണ്. ഒരിക്കൽ നിന്നെ കുട്ടി അങ്ങോട്ട് ചെല്ലാനും പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് കൺസൾട്ട് ചെയ്യണമെന്നൊക്കെ അന്നും പറഞ്ഞു വിട്ടതാണല്ലോ. ഓ, പിന്നെ ഇപ്പൊ 2-3 വർഷമായിട്ട് പോയിട്ടില്ല, മരുന്നുകളും കഴിച്ചിട്ടില്ല. അതെന്താ ജോസെ മറന്നുപോയത്? ഇതാണ് ഇവന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊക്കെ ഒരു ശ്രദ്ധയില്ലെന്ന് ഞാൻ പറയണത്. ഇനി ഇത് പറ്റില്ല. നമുക്ക് ഉടനെ തന്നെ പോയി കാണണം. എന്താ ജോസേ? ഞാൻ റെഡി. വേണമെങ്കിൽ ഇന്ന് തന്നെ പോയി കാണാം. ജീവ, കളിയസലമുണ്ട്. കുരിനങ്കളി കളിച്ചായിരുന്നു അല്ലേ? കളിയോ? എന്ത് കളി? വേണ്ട. ജീവനൊരു ഭ്രാന്തനാക്കി ഒരു മെന്റൽ അസൈലത്തിൽ അടക്കണം. എന്നിട്ട് സുഖമായിട്ട് ജീവിക്കണം അല്ലേ? തന്തയുടെ മുഖച്ഛായ മാത്രമല്ല, ആ മനസ്സുണ്ട് നിങ്ങൾക്ക്. ജീവ, എന്നെ എനിക്കിഷ്ടമല്ല നിങ്ങളെ. ഐ ഹേറ്റ് യു.